കുന്നംകുളം പോലീസ് കസ്റ്റഡി മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് 3 വർഷം പിന്നിട്ടിട്ടും നീതി ലഭ്യമായിട്ടില്ലെന്ന ആരോപണം ശക്തമാകുന്നു. ക്രൂരമായ പോലീസ് മർദ്ദനത്തിനെതിരെ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച പരാതികൾ LDF സർക്കാർ മുക്കിയതായും നീതിക്കായി താൻ 3 വർഷമായി കാത്തിരിക്കുകയാണെന്നും മർദ്ദനത്തിനിരയായ സുജിത്ത് വ്യക്തമാക്കി. കേരള ജനതയെ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവമായിരുന്നിട്ടും കുറ്റക്കാർക്കെതിരെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. കസ്റ്റഡി മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസുകാരെ സർവീസിൽ നിന്നും എത്രയും വേഗം പുറത്താക്കണമെന്നും സുജിത്ത് ആവശ്യപ്പെട്ടു. ഈ കേസുമായി ബന്ധപ്പെട്ട് DIG ഓഫീസിലും IG ഓഫീസിലും നൽകിയിട്ടുള്ള ഫയലുകൾ ഇപ്പോൾ കാണാനില്ലെന്ന ഗുരുതരമായ ആരോപണമാണ് ഈ നിയമ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന വർഗീസ് ഉന്നയിക്കുന്നത്. 8 മാസം മുമ്പ് കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിനെ തുടർന്ന് DIG അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കണ്ട് കുറ്റക്കാരായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും തുടർ നടപടികൾക്കായി ഫയലുകൾ IG ഓഫീസിലേക്ക് മാറ്റുകയും ചെയ്തു. സർക്കാർ അവസാനിക്കുന്ന കാലം വരെയും നമുക്കൊരു നീതി നിഷേധമായിട്ടുള്ളൊരു നടപടിയാണ് LDFിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ. UDF സർക്കാർ അധികാരത്തിലായിട്ട് ഒരാഴ്ച കൂടെ ആയിട്ടില്ല, 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. അതുപോലെ ഉണ്ടാവും. അതുപോലെ ആലപ്പുഴയിൽ നടന്നത് ആദ്യം വാർത്ത വന്നു. അകരം അത് നമ്മുടെ കാര്യത്തിലും നടപടി ഉണ്ടാവുമെന്ന് ആദ്യമായിട്ടും തന്നെ പോയി വീഡിയോ ഒക്കെ വന്നതിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു മൂവ്മെൻ്റായിട്ട് നമ്മുടെ കേസ് പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നടക്കും. അധികമായിട്ടില്ലല്ലോ, 2 ദിവസമല്ലായിട്ടുള്ളൂ. അത് ആദ്യമായി മുതലുള്ള നമ്മുടെ ആവശ്യമായിരുന്നു സസ്പെൻഡ് അല്ല പിരിച്ചുവിടണമെന്നുള്ളത്. എന്നാൽ ഈ ഫയലുകൾ നിലവിൽ 2 ഓഫീസുകളിലും ലഭ്യമല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മുൻ LDF സർക്കാർ 3.5 വർഷത്തോളമായി ഈ കേസ് അട്ടിമറിക്കുകയായിരുന്നുവെന്ന് ഇവർ ആരോപിക്കുന്നു. വിഷയത്തിൽ ഇതുവരെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകാത്തതിൽ ഇവർ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. എങ്കിലും നിലവിലെ പുതിയ സർക്കാരിൽ തങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടെന്നും മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കുമെന്നും സുജിത്തും വർഗീസും വ്യക്തമാക്കി. കുറ്റക്കാരായ പോലീസുകാരെ പിരിച്ചുവിടണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നീതിക്കായി പോരാട്ടം തുടരാനാണ് ഇവരുടെ തീരുമാനം. ഈ 3 കൊല്ലം കഴിഞ്ഞ് വിവരാവകാശ നിയമപ്രകാരം വീഡിയോ കിട്ടിയപ്പോൾ സസ്പെൻഷൻ നടത്തി. അതിനുശേഷം തുടരന്വേഷണം നടക്കുമ്പോൾ അതിൽ ഈ ഫയൽ എവിടെയാണെന്ന് പോലും ഇപ്പോൾ അറിയില്ല. DIG ഓഫീസിലാണെന്ന് IG ഓഫീസിൽ പറയും, IG ഓഫീസിലാണ് DIG ഓഫീസിൽ പറയും. 2 സ്ഥലത്ത് ഫയൽ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും LDF സർക്കാർ ഈ വിഷയത്തെ അട്ടിമറിക്കാനും ശ്രമിച്ചു.